വർക്ക്ഷോപ്പ് ജീവനക്കാരൻ വണ്ടി നന്നാക്കുകയല്ല, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടെത്താനുള്ള ശ്രമമാണ്. കായംകുളം മുക്കവല ജംഗ്ഷൻ. സ്കൂട്ടർ എടുക്കാനായി വാഹന ഉടമ വന്നപ്പോൾ ഒരു തല വണ്ടിക്കുള്ളിൽ കണ്ടു. ഇഴജന്തുക്കൾ നാട്ടിൽ വിലസുന്ന കാലമായതിനാൽ രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല, പാമ്പെന്നങ്ങ് ഉറപ്പിച്ചു. നാട്ടുകാരും കൂടി വണ്ടി അഴിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചു. ഓരോ ഭാഗങ്ങളായി ഇളക്കിയെടുത്തു. ഒടുവിൽ ആളെ കണ്ടെത്തി. പാമ്പ് തന്നെ, പക്ഷെ അതൊരു ചെറിയ ചേരയായിരുന്നു. സമാധാനം, സന്തോഷം. കൊടുംചൂടിൽ പാമ്പുകൾ മാളം വിട്ട് പുറത്തിറങ്ങുന്നത് തുടരുകയാണ്. ഹരിപ്പാട് സ്വകാര്യ ആശുപത്രിക്ക് സമീപം മൂർഖൻ പാമ്പെത്തി. വനംവകുപ്പിന്റെ പരിശീലനം നേടിയിട്ടുള്ള ആളെത്തി പാമ്പിനെ പിടികൂടി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഈ പാമ്പിനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായിരിക്കുകയാണല്ലേ, വല്ലാത്തൊരു ഭീതി തന്നെയാണ്. ഇതിപ്പോൾ സ്കൂട്ടറിൽ ഒരു തല കണ്ടപ്പോൾ അത് പിന്നെ നോക്കാതെ നിവർത്തിയില്ലല്ലോ അല്ലേ? നിലവിലെ ഒരു സാഹചര്യത്തിൽ എന്തോരം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ചേര എന്നൊരു ആശ്വാസമുണ്ട്, പക്ഷേ മൂർഖനെയൊക്കെ ഹരിപ്പാട് കണ്ടു. അപ്പോൾ വല്ലാതെ നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണല്ലേ രഘു? ആലപ്പുഴ ബ്യൂറോയിൽ നിന്നുകൊണ്ട് ഞാൻ ദേ പാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന സന്ധ്യയോ അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള ആളുകളിൽ ആരെങ്കിലും ഒരാളെങ്കിലും താഴേക്ക് നോക്കും, പാമ്പ് അവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കും. കാരണം അത്രമേൽ നമ്മൾ പാമ്പിനെ കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും പാമ്പിനെ പണ്ടേ പേടിയാണ്. പക്ഷേ ഇത്രമേൽ ആളുകൾക്ക് ഭയം ഉണ്ടാകാനുള്ളൊരു കാരണം അടുത്തിടയ്ക്ക് ഈ പാമ്പ് മൂലമുണ്ടായ മരണം തന്നെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ എത്രയോ പേരുടെ വാർത്തകൾ നമ്മൾ നൽകി. ആ ഒരു പേടി തന്നെയാണ് എല്ലാവർക്കും. കാരണം നമ്മൾ രാത്രിയിലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് നമ്മളോട് എല്ലാവരോടും പറയും പാമ്പുകൊണ്ട് സൂക്ഷിച്ചു പോകണം. അങ്ങനെയുള്ളൊരു എല്ലാവരും വലിയ ജാഗ്രതയിലാണ്. എന്ന് മാത്രവുമല്ല, നമ്മൾ സാധാരണ നിലയിൽ നമ്മളുടെ ഓഫീസിലോ വീടിൻ്റെ പരിസരങ്ങളിലോ വീടിൻ്റെ മുകളിലോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ വളരെ കൂളായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ആൽത്തറകളിലൊക്കെ നമ്മൾ പോയി ഇരിക്കാറുണ്ട്. നാട്ടിൻ പുറങ്ങളിലൊക്കെ അവിടെ പോയി ഇരിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് വലിയ ഭയമാണ്. ഞാൻ സ്ഥിരമായി പോകുന്ന അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ചെന്നിരിക്കുമ്പോൾ ആളുകൾ അവിടെ ഇരിക്കേണ്ട, പാമ്പിൻ്റെ വാല് കണ്ടു. അങ്ങനെ എല്ലായിടത്തും പാമ്പിനെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ പാമ്പുണ്ടെന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമായൊരു സംഭവമാണ് കായംകുളത്ത് ഉണ്ടായത്. നമ്മൾ ഈ സാധാരണ നിലയിൽ ഈ വണ്ടി പൊളിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സാധാരണ നിലയിൽ നമ്മൾ ഈ കോമിക് സിനിമയിലെ ചില തമാശ രംഗങ്ങളിലൊക്കെ കാണുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ആ വണ്ടി ആളുകളെല്ലാവരും ചേർന്ന് പൊളിച്ച് എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്തത്. കാരണം ആളുകളുടെ ഭയം തന്നെ ആണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. ഈ ചൂട് ഇനിയും കൂടും. നമ്മൾ ആ ദൃശ്യങ്ങൾ, ഹരിപ്പാടിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടുപോലെ ഇതുപോലെ എത്രയോ എടുത്ത് ഇന്ന് പാമ്പിനെ ആളുകൾ പിടികൂടിയിട്ടുണ്ടാവും. കടുത്ത ചൂടിൽ പാമ്പുകളെല്ലാം പുറത്തേക്ക് വരികയാണ്. കാരണം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലൊക്കെ ഉണ്ടായ മാറ്റമാണ് ഇങ്ങനെയുള്ളൊരു പ്രതിഭാസത്തിന് കാരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പാമ്പിനെ സൂക്ഷിക്കുക, അഥവാ അതിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കടിയേറ്റു എന്ന് സംശയം പോലും തോന്നിയാൽ, അഥവാ പാടൊന്നും കണ്ടില്ലെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ പോവുക. സർക്കാർ ആശുപത്രികളിലൊക്കെ ഏതൊക്കെ സർക്കാർ ആശുപത്രികളിലാണ് ഈ ആൻറ്റിവെനം ഉള്ളത് എന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം. വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഉണ്ട്, പക്ഷേ ചികിത്സ ചിലവേറിയതാണ്. എന്തായാലും എല്ലാവരും ഈ വാർത്ത കാണുന്നവരും ഒക്കെ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നത് തന്നെയാണ്. എന്തായാലും നമ്മളിപ്പോൾ കുറെ കൂടി അലർട്ടായി എന്നുള്ളതാണല്ലേ രഘു പറഞ്ഞതുപോലെ. പുറത്തിറങ്ങുമ്പോഴൊക്കെ മുൻപത്തേനേക്കാളും നമ്മൾ ഒന്നുകൂടി ജാഗരൂകരായിട്ടുണ്ട്. ഈ പാമ്പിന്റെ നിരന്തരമായ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ കുറെ കൂടി അലർട്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഈ സ്കൂട്ടറിന്റെ കാര്യം പറയുമ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ ഒരു സ്കൂട്ടറാണ് കേട്ടോ. വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ കുറച്ചുകൂടി ഇരട്ടി പണിയായി എന്നുള്ളതാണ്. വീണ്ടും ഒന്നേന്ന് എല്ലാം അഴിച്ച് പറക്കേണ്ടി വന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഇരട്ടി പണിയായി എന്നുള്ളത് ഒരു സത്യം.